അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഹൗ ഹാവ് കമ്മ്യൂണിറ്റീസ് കൺസേർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഈ ജനങ്ങൾ കൂടുന്ന കമ്മ്യൂണിറ്റീസ് ഇല്ലേ, അവരെങ്ങനെയാണ് ഈ വൈൽഡ് ലൈഫ് അതേമാതിരി പല പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് കാടുകളൊക്കെ അവരെങ്ങനെ കൺസേർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലെ. The conservation of forest has been a part of Indian culture and folklore. അല്ലെ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യന്റെ സംസ്കാരവും എല്ലാം നിലനിൽക്കുന്നത് എങ്ങനെയാണ്, എവിടൊക്കെയാണ്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിലും വൈൽഡ് ലൈഫിലും ഒക്കെയാണ് അല്ലെ. ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്കാരം അതേമാതിരി നമ്മുടെ ഫെസ്റ്റിവൽസ് ഒക്കെ ഇങ്ങനെ മെയിൻ ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഈ ആളുകൾ ഫോറസ്റ്റ് ഏരിയാസിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ സംസ്കാരം രൂപീകരിക്കപ്പെട്ടത്, അവിടെയാണ് കൾച്ചർ ഇവോൾവ് ചെയ്തത് അല്ലെ. പിന്നെയാണ് ഓരോരുത്തർക്കും പല കസ്റ്റംസും അതേമാതിരി റിച്വൽസ് ഒക്കെ വന്നത് അല്ലെ. ഈ ഫോക്ലോർ എന്ന് പറയുമ്പോൾ നാടോടി അല്ലെ, എന്ന് വെച്ചാല് പണ്ട് കാലങ്ങളിൽ ഈ ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചർ, അപ്പൊ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോഴൊക്കെ ഈ ഒരു കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, ഈ കാടുകളെ കൺസേർവ് ചെയ്യുന്ന അവിടെയാണ് ദൈവങ്ങള് അല്ലെ, ഈ മരങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടില്ലേ അവിടെ, ആ മരങ്ങളൊക്കെ ദൈവങ്ങളായി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. മെനി tribal communities and other government officials have raised their voice towards protection of forest and wildlife in the name of certain beliefs. അങ്ങനെ പല ആദിവാസി കൂട്ടായ്മകളും ഗവൺമെന്റിൽ ഇരിക്കുന്ന കുറെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളും പറഞ്ഞു നമ്മൾ ഈ മരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. എന്ന് വെച്ചാൽ അവിടെയാണ് അവരുടെ സംസ്കാരവും വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മേലൊരു കളി വേണ്ട എന്നാണ് പറഞ്ഞത് അല്ലെ. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഹാവ് റേസ്ഡ് ദിയർ വോയിസ്, അവരുടെ ശബ്ദമുയർത്തിയില്ലേ. ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസും ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഒരുമിച്ചിട്ട് ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ഫോറസ്റ്റിനെ കൂടാതെ അവിടെയുള്ള വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ നെയിം ഓഫ് സർട്ടൻ ബിലീഫ്സ്, അവരുടെ ബിലീഫ്സ് അവരുടെ വിശ്വാസങ്ങൾ ഒന്നും തകർക്കപ്പെടാൻ അവര് അനുവദിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സം ട്രീസ് ആൻഡ് ആനിമൽസ് വെർ കൺസിഡേർഡ് sacred by certain communities. എന്ന് വെച്ചാൽ ചില തമിഴ്നാട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാം എന്താന്ന് വെച്ചാൽ ഈ പശുക്കളെയൊക്കെ വീടിന്റെ ഉള്ളിൽ എന്താ പറയാ ആരാധിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ. അതുപോലെയാണ് ഇപ്പൊ മൃഗങ്ങളെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, പശുക്കളെ ആരാധിക്കുന്ന രീതി പറയാൻ ഈ ട്രീസിന് മരങ്ങളെ ആരാധിക്കുന്ന പല ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ കാടിന്റെ ഉള്ളിലുള്ള ആളുകളായിക്കോട്ടെ, ഈ ഗ്രാമവാസികൾ കുറെ ആളുകൾ എന്താ പറയുക, ഈ അമ്പലങ്ങളൊക്കെ ചുറ്റപ്പെടുന്നത് തന്നെ മരങ്ങളെ ചുറ്റുപാടിലാണ് അല്ലെ. മരങ്ങളിലെ ഇതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക സർപ്പക്കാവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ വലിയ മരങ്ങളിൽ അവിടെ ചുറ്റുപാടും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കൾച്ചർ ഉണ്ടായത് അല്ലെ, നമ്മുടെ സംസ്കാരം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഇതിലാണ് ഇതിന്റെ തുടക്കം എന്ന് നമുക്ക് പറയാം അല്ലെ മക്കളെ. For example, the Mundas and Santals in Chota Nagpur worship Mahua and Kadampa trees. എന്ന് വെച്ചാല് ഈ മുണ്ടാസ് ആൻഡ് സന്താൽസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ചോട്ട നാഗ്പൂരിലുണ്ട്. അവിടെയുള്ള ആളുകള് വേർഷിപ്പ് ചെയ്യുന്ന ആരാധിക്കുന്നത് ഏത് തരത്തിലുള്ള ട്രീസ് ആണ്? മഹുവ ആൻഡ് കടമ്പ ട്രീസിനെയാണ് അവര് ആരാധിക്കുന്നത്. ഓക്കെ, ഏതാണ് എവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്? ട്രൈബൽ ഗ്രൂപ്പ് ഈ മുണ്ടാസ് ആൻഡ് സന്താൽസ് ഇൻ ചോട്ട നാഗ്പൂർ. എവിടെയുള്ളതാണ്? ചോട്ട നാഗ്പൂരിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള മുണ്ടാസ് ആൻഡ് സന്താൽസ് അവര് വേർഷിപ്പ് ചെയ്യുന്ന അവരെ ആരാധിക്കുന്നത് ഏതൊക്കെ ട്രീസിനെയാണ് മക്കളെ? ഏതൊക്കെ മരങ്ങളെയാണ്? ഇറ്റ് ഈസ് മഹുവ ആൻഡ് കടമ്പ. ഓക്കെ, ആൻഡ് ദ ട്രൈബൽസ് ഓഫ്, ഇനി വേറെ സ്റ്റേറ്റിലെ നോക്കിയാൽ ട്രൈബൽസ് ഓഫ് ഒഡീഷ ആൻഡ് ബീഹാർ വേർഷിപ്പ് അല്ലെ. ഈ ഒഡീഷയിലും ബീഹാറിലുമുള്ള ആളുകള് ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ടാമറിൻഡ് എന്ന് പറയുമ്പോൾ പുളി അല്ലെ, പുളി മരങ്ങളില്ലേ. പിന്നെ എന്താ? മാംഗോ ട്രീസ്, മാവുകളെ ഒക്കെ ഡ്യൂറിങ് വെഡിങ്സ് എന്ന് വെച്ചാൽ വിവാഹ ഘട്ടങ്ങളില് അവര് എന്തു പറയുമ്പോ ഈ ഒഡീഷയിലും അതേമാതിരി ബീഹാറിലുമുള്ള ആദിവാസി കൂട്ടങ്ങൾ ഉണ്ടാവല്ലോ, അവര്
ഈ വിവാഹവേളകളിൽ ഈ പുളിമരങ്ങളെയും അതേമാതിരി മാവിനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് 2 ടൈപ്സ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സും 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റിലുമുള്ള നമ്മൾ പറഞ്ഞു. ഇപ്പൊ മുണ്ടാസ് ആൻഡ് സന്താൽസ് ഇൻ ചോട്ടാ നാഗ്പൂർ വർഷിപ്പ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീസിനെയാണ് മക്കളെ? ഇറ്റ് ഇസ് മഹുവ ആൻഡ് കാടമ്പ. ആൻഡ് ട്രൈബൽസ് ഓഫ് ഒഡീഷ ആൻഡ് ബീഹാർ, അല്ലെ, ഒഡീഷയിലും ബീഹാറിലുമുള്ള ട്രൈബൽസ് വർഷിപ്പ് ചെയ്യുന്നത് ഏതൊക്കെ മരങ്ങളെയാണ്? ഇറ്റ് ഇസ് ടാമറിൻഡ് ആൻഡ് മാംഗോ ട്രീസ്. ഏത് ടൈമിലാണ്? ഡ്യൂറിങ് വെഡിങ്സ്, അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ ആ മൂവ്മെന്റ് വരികയാണ് വീണ്ടും. ബിഷ്ണോയ് ട്രൈബ്സ് ഓഫ് രാജസ്ഥാൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ടുവേർഡ്സ് പ്രിസർവേഷൻ ഓഫ് ബ്ലാക്ക് ബക്ക്. ഏതൊരു ബിഷ്ണോയ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചല്ലോ, അല്ലെ. ബിഷ്ണോയ് മൂവ്മെന്റ് നമ്മൾ കഴിഞ്ഞല്ലോ. അവിടെയുള്ള ട്രൈബ്സ്, ബിഷ്ണോയ് ട്രൈബ്സ് എവിടെയുള്ള രാജസ്ഥാനിലുള്ള ട്രൈബ്സും അവരും കൺസേർവ് ചെയ്തു. ഏതൊക്കെ ഇതിനെയാണ് അവർ പ്രിസർവ് ചെയ്തത്? ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ആനിമൽ, നീൽഗായ്, പീകോക്സ്, അതിനൊക്കെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നു. അവരൊക്കെ അതിനെ കൺസേർവ് ചെയ്യുന്ന ആളുകളാണ് ബിഷ്ണോയി ട്രൈബ്സ്. ബിഷ്ണോയി ആ ഒരു സ്ഥലത്തുള്ള ട്രൈബ്സ്, ഏത് സ്ഥലത്തുള്ള? രാജസ്ഥാനിലുള്ള. അവര് ഏതൊക്കെ ആനിമൽസിനെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് ബക്ക്, Nilgai and peacock. Okay, this conservation was considered as an essential part of the community. എന്ന് വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഇപ്പൊ മുണ്ടാസ് ആൻഡ് സന്താൽസ് ആണെങ്കിലും പിന്നെ ഒഡീഷയിലും ബീഹാറിലും ഉള്ള ട്രൈബൽസ് ആണെങ്കിലും ബിഷ്ണോയി ട്രൈബൽസ് ആണെങ്കിലും അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അത് റിലേറ്റ് അവരുടെ സംസ്കാരം നിലനിൽക്കുന്ന ഭൂമിയിൽ ഏത് സാധനങ്ങളെയും, ആനിമൽസ് ആയിക്കോട്ടെ, ട്രീസിനെ ആയിക്കോട്ടെ, അതിന് മേലൊരു പരിക്കേൽക്കുന്നത് അത് അവരുടെ വിശ്വാസം തന്നെ ഇല്ലാതാവുന്നത് പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൈ ഡു വി നീഡ് ടു കൺസേർവ് അവർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിസോഴ്സസ് ഒക്കെ? അത് മനുഷ്യർക്കുള്ള ചിന്തയായിരിക്കും. എന്താന്ന് വെച്ചാല് മക്കളെ ഒന്ന് ചിന്തിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റ് റിസോഴ്സസിന് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും? പ്രോഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അല്ലെ. അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവര് ചിലപ്പോൾ ചോദിക്കും, വൈ ഡു വി നീഡ് ടു? നമ്മൾ ഈ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്താ കാര്യം? നമ്മളെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം വരും, അല്ലെ. അപ്പൊ എന്താ? ബയോഡൈവേഴ്സിറ്റി പെർസിസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ബിക്കോസ് ഓഫ് ഫോറസ്റ്റ്, സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു സേവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പീഷീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോറസ്റ്റ്. എന്താ വെച്ചാല് നമ്മുടെ ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ ഈ ട്രീസും ആനിമൽസും പ്ലാന്റ്സും എല്ലാം കൊണ്ട് എന്താ പറയാ ഹാപ്പി ആയിട്ട് നിലനിൽക്കുന്ന എല്ലാം ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെ. ആനിമൽസ്, പ്ലാന്റ്സ്, അതേമാതിരി ഈ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്ന കൺസിസ്റ്റിംഗ് ഓഫ് എന്താണ്? പ്ലാന്റ്സ്, ആനിമൽസ്, ഫുൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ്, അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ. ഒന്നിന് എന്തെങ്കിലും പരിക്കേറ്റാൽ അത് ഫുൾ എല്ലാവരെയും ബാധിക്കും, അല്ലെ. The ecological stability is completely dependent. ഞാൻ പറഞ്ഞു നമ്മുടെ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഒന്നിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിലോ എല്ലാം തവിട് പൊടിയായിട്ട് വീഴും. നെക്സ്റ്റ്, ഫോറസ്റ്റ് റിലീസ് പ്യുവർ എയർ, അല്ലെ. ഫോറസ്റ്റ് നമുക്ക് ശുദ്ധമായ വായു നൽകും, അല്ലെ. സോ വിച്ച് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ഹ്യൂമൻ ബീങ്സ്. അവിടെ നിലനിൽക്കുന്ന ആളുകൾക്ക് എന്താ? വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, അല്ലെ. ശുദ്ധമായ വായു നൽകുന്ന ഫോറസ്റ്റ് നശിപ്പിക്കാൻ അവിടെയുള്ള ആളുകൾ ഇപ്പൊ സമ്മതിക്കോ? ഇല്ല. അങ്ങനെ സമ്മതിക്കാത്തോണ്ടാണ് പല മൂവ്മെന്റ്സ്, ജിപ്കോ മൂവ്മെന്റ്, ബിഷ്ണോയി മൂവ്മെന്റ്, ടെഹ്രി ഡാം കോൺഫ്ലിക്ട്, അല്ലെ, സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ഒക്കെ ആയിട്ട് ആളുകൾ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. Okay, next question. What is biodiversity? Why is biodiversity important for human life? എന്താണ് ബയോഡൈവേഴ്സിറ്റി? എന്തുകൊണ്ടാണ് ഈ മനുഷ്യ ജീവിതത്തിൽ ഇത്രയും ഈ പ്രകൃതിക്ക് പ്രാധാന്യമുള്ളത്, അല്ലെ? എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. The variety of flora and fauna in a given geographical area is called as biodiversity. Flora and fauna. Flora എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? പ്ലാന്റ്സ്. ഫോണ ആനിമൽസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് പലതരത്തിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ പല വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആണ്, അല്ലെ മക്കളെ. വെറൈറ്റി ഓഫ് ആനിമൽസും ഉണ്ട്, വെറൈറ്റി ഓഫ് പ്ലാന്റ്സും നിലനിൽക്കുന്നുണ്ട്, അല്ലെ. ഓക്കെ, ഈച്ച് സ്പീഷീസ് on this earth lives in a system of interdependence. It's very important. Interdependence, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെ. various biotic and abiotic factors, അല്ലെ. ലിവിങ് ആയിട്ട് നോൺ ലിവിങ് തിങ്സും ഉണ്ട്, അല്ലെ.
എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എക്കോസിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് തിങ്സ് എന്നാണ് പറയുന്നത് അല്ലെ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഓൾ അബയോട്ടിക് ആൻഡ് അല്ലെ അബയോട്ടിക് ആൻഡ് biotic factors. Okay, human beings also depend on several biotic abiotic factors for the survival അല്ലെ. ഹ്യൂമൻ ബീങ്സിന് ഫോറസ്റ്റ് റിസോഴ്സസ് വേണം അല്ലെ, അതേമാതിരി നാച്ചുറൽ ആയിട്ട് തിങ്സ് എയർ വാട്ടർ ഒക്കെ അതിലുള്ള സോയിൽ എല്ലാം വേണം അല്ലെ. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഹ്യൂമൻ ബീങ്സ് നിൽക്കുന്നത് അല്ലെ. പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് ആർ ഇന്റർ ഡിപ്പെൻഡ് അല്ലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 പേരും അവരവരെ അല്ലെ ഓരോരുത്തരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെ. ഇപ്പോ എന്താ പറയാ, ആൻഡ് വി ഹ്യൂമൻ ബീങ്സ് ഗെറ്റ് ഫ്രഷ് എയർ, വാട്ടർ, ഫുഡ് എക്സെട്ര ഫ്രം ദ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എയറും വാട്ടറും ഫുഡും ഒക്കെ അവരിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോ ഈ ഒരു ഇന്റർ ഡിപ്പെൻഡ് മെയിൻ ആയിട്ട് ഇന്റർ ഡിപ്പെൻഡൻസ് അല്ലെ ഓഫ് ഫാമിലിയാണ്. ഒരു ഫാമിലി പോലെയാണ് അല്ലെ. എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എന്താണ് ഞാൻ പറഞ്ഞത്, ഈ പ്ലാന്റ്സും ആനിമൽസും ഹ്യൂമൻ ബീങ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യാണ്, അവരെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആണ്. ഓക്കെ, റീസൺസ് ഫോർ ദി ഡിപ്ലഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫോറസ്റ്റിലുള്ള പല റിസോഴ്സസും ഇപ്പൊ നശിപ്പിക്കപ്പെടുന്നത് എന്നത് ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫസ്റ്റ് വണ് നമുക്കറിയാം, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ഓവറായിട്ട് ആളുകൾ ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? വുഡ് അല്ലെ, ബാക്സ്, ലീവ്സ്, rubber, medicines, dyes, food, fuel, fodder and manure അല്ലെ. എല്ലാ വുഡ്, മരകഷ്ണങ്ങള്, അതേമാതിരി ചില്ലകള്, ഇലകള്, റബ്ബർ, മരുന്നുകള് അല്ലെ, അതൊക്കെ ഫോറസ്റ്റിൽ നിന്നുള്ള പ്രൊഡക്ട്സിൽ നിന്നാണ് അല്ലെ അതൊക്കെ ഇതാക്കിയെടുക്കുന്നത്. ഇതൊക്കെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാന്യൂർ ഒക്കെ പല ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ട്രേഡിംഗ് പർപ്പസ്. ഓക്കെ, അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പണ്ട് ഹാൻഡ് മെയ്ഡ് ടൂൾസ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇപ്പൊ മെഷീൻസിന്റെ കടന്നു വരവോടെ ഹൈലി കെമിക്കൽസ് യൂസ് ചെയ്യുന്നതോടെ ആ ഒരു അഗ്രികൾച്ചർ എക്സ്പാൻഷൻ നടന്നതോടെ അവിടെ എന്താണ്, ആ ഒരു സോയിലിനൊക്കെ കൂടുതലായിട്ട് ഡിപ്രഷൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേസ്, പല ഡെവലപ്മെന്റ്സ് വന്നു. റെയിൽവേസ്, മൈനിങ്, കൊമേഴ്ഷ്യൽ ആൻഡ് സോഷ്യൽ ഫോറസ്ട്രി, അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു ഫോറസ്റ്റ് റിസോഴ്സസിന്റെ നിലനിൽപ്പിനെ അല്ലെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മൈനിങ് is another important factor, as in the Buxa Tiger Reserve in West Bengal seriously threatened by dolomite mining എന്നാണ് പറയാം. ഇപ്പൊ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ വൺ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെങ്കിൽ മക്കളെ രണ്ടാമത്തെ മെയിൻ ഫാക്ടർ എന്താന്ന് പറയുന്നത് മൈനിങ് ആണ് അല്ലെ. മൈനിങ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ടൈഗർ റിസർവ് ഉണ്ട്, ബക്സ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് അവിടെ ഡോളോമൈറ്റ് മൈനിങ് കൊണ്ട് അവിടെയുള്ള ആനിമൽസിന് കൂടുതലായിട്ട് സീരിയസ്ലി അവർ എന്ത് ചെയ്തു, കൂടുതൽ അവരെ എഫക്ട് ചെയ്തു എന്നാ പറയുന്നത്. ഇറ്റ് ഹാസ് ഡിസ്റ്റർബ്ഡ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ഓഫ് മെനി സ്പീഷീസ്. അത് പല സ്പീഷീസിന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് മൈഗ്രേഷൻ റൂട്ട് ഓഫ് ആനിമൽസ്, എസ്പെഷ്യലി ദി ഗ്രേറ്റ് ഇന്ത്യൻ എലിഫന്റ്. ഈ ഒരു ഡോളോമൈറ്റ് മൈനിങ് കൊണ്ട് കുറെ ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്ത് പോയി, കുടിയേറിപ്പോയി. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ എലിഫന്റ്. ഓക്കെ, അപ്പോ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ മനുഷ്യരെ എടുക്കണം എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു കൺസേർവ് ദ ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ദ കൺട്രി. ഇവിടെയുള്ള ആനിമൽസിനും ഈ ഭൂമിയിലുള്ള ആനിമൽസിനെയും അതേമാതിരി ചെടികളെയും ഒക്കെ കൺസേർവ് ചെയ്യണമെങ്കിൽ, പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മനുഷ്യർ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം മക്കളെ? ഫസ്റ്റ് വൺ എന്താണ്, എന്തൊക്കെ സ്റ്റെപ്സ് കൊണ്ടുവന്ന് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പറയാം. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഒരു ആക്ട് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഏത് ആക്ട് ആണ്? ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഏത് വർഷമാണ് മക്കളെ കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് ഇൻ 1972 അല്ലെ, 1972 കൊണ്ടുവന്നത്. ഏത് ആക്ട്? ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. നെക്സ്റ്റ് വൺ
ഡിസൈഡ് കൺട്രോൾ ഓഫ് ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഇംപ്ലിമെന്റിങ് എഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ചാല് ഡിഫോറസ്റ്റേഷനും ഈ വനനശീകരണം അതിന്റെയൊക്കെ ലിമിറ്റ് വെക്കുക അല്ലെ. ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ എന്താണ്, ആ ഫുള്ള് നശിപ്പിക്കപ്പെടും ആ ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ അല്ലെ. അപ്പോ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ, ഡിഫോറസ്റ്റേഷൻ ലിമിറ്റ് വെച്ചിട്ട് എഫോറസ്റ്റേഷൻ പ്രോഗ്രാം എല്ലാ ഗ്രീനറി തിങ് എല്ലാ എന്താ പറയാ ട്രീസും പ്ലാന്റ്സും ആനിമൽസും ഒക്കെ കൺസേർവ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. Okay, and providing legal protection to animals by bringing and implanting laws such as banning of hunting and poaching എന്ന് വെച്ചാല് ലീഗൽ പ്രൊട്ടക്ഷൻസ് കൊണ്ടുവരിക എന്നതാണ് മെയിൻ ആയിട്ട്. എങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഈ ആനിമൽസിന് മേലുള്ള ഹണ്ടിങ് ഒഴിവാക്കുക. പോച്ചിങ് എന്ന് വെച്ചാൽ ഈ ടൈഗറിന്റെ സ്കിന്ന് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ബോൺസ് മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതൊക്കെ നിർത്തലാക്കുക എന്ന് വെച്ചാൽ ആനിമൽസിന് മേലുള്ള ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നിർത്തുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ സ്പ്രെഡിങ് ഓഫ് അവയർനെസ്, എപ്പോഴും ഒരു എന്താ പറയാ ബോധവൽക്കരണം കൊടുക്കുക. എപ്പോഴും എന്താ പറയാ ഇപ്പൊ കുറെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണെങ്കിലും പല കൺസർവേഷനിസ്റ്റ് ചിലർ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ട് വരുമ്പോ ഈ ഒരു എന്താ പറയാ ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസിനെയൊക്കെ നമ്മൾ കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രകൃതി സംരക്ഷകർ ക്ലാസ് എടുക്കും അല്ലെ. അത് ഇങ്ങനെ അവയർനെസ് സ്കൂൾസിലും കോളേജസിലും അല്ലെ, എൻവിറോൺമെന്റ് ഡേക്കൊക്കെ പരിസ്ഥിതി ദിനത്തിലൊക്കെ കൂടുതൽ എന്താ പറയാ ഇത് ഒരു ബോധവൽക്കരണം കൊണ്ടുവരാം അല്ലെ. നിങ്ങൾക്കും അറിയാം ഇപ്പൊ സ്കൂൾസിലും കോളേജസിലും ഒക്കെ ഈ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ ആ ഒരു ടൈമില് എന്തൊക്കെ പല പല പ്ലക്കാർഡ്സ് രൂപീകരിക്കലും പിന്നെ റാലി പിന്നെ ചെടികളും അതൊക്കെ മരങ്ങളൊക്കെ കൊടുക്കലും അല്ലെ, അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. പക്ഷെ ആളുകൾ ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ അല്ലെ. അതാണ് എപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ഇതിൽ നമ്മൾ സംരക്ഷകരാവണം എന്നതാണ് അല്ലെ. മെയിൻ ആയിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മൾ ആ ഒരു ടൈമിൽ മാത്രമേ ഇതാവുള്ളൂ, പിന്നെ നമ്മൾ അത് മറന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ മറക്കരുത് കേട്ടോ മക്കളെ. അതിന്റെ വാല്യൂസും അതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. ഫ്രഷ് എയറോ വാട്ടറോ എല്ലാം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ ചൂടത്ത് ഈ വാട്ടർ സ്കാസിറ്റി കൊണ്ട് പൊറുതി മുട്ടുമ്പോ ആളുകൾക്ക് ഇപ്പൊ ഒരു ചിന്ത ഉണ്ടാവും അല്ലെ. അന്ന് കുറച്ച് കൺസേർവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, അന്ന് അത്ര ഓവറായിട്ട് യൂസ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇപ്പോഴും അത് ഉണ്ടാവില്ലായിരുന്നു എന്ന് കുറെ ആളുകൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അതാണ് സ്പ്രെഡിങ് അവയർനെസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് എന്തൊക്കെ ഇതാണെന്നാണ് മെയിൻ ആയിട്ട് പറഞ്ഞു പോയത്. ഏതൊക്കെ രീതിയിൽ അല്ലെ, എന്തൊക്കെയാണ് ഈ ഫ്ലോറ ഫോണിന്റെ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്റർഡിപ്പെൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഹ്യൂമൻ ബീങ്സും ഒരു ഒരു ഫാമിലി ആയിട്ട് അല്ലെ. എന്ന് വെച്ചാൽ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഹോൾ ഫാമിലിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു റീസൺസ്, ഈ ഒരു ഡിപ്ലീഷൻ, ഈ വനനശീകരണം കൂടുതലാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞേ, ഈ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള വുഡ്, barks, leaves, rubber, medicines, food, fuel were used for എന്തിന് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞല്ലോ വിത്ത് ദ യൂസ് ഓഫ് മെഷീൻസ് അല്ലെ. മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെ അതിന് പലതരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും, അതാണ് പറയുന്നത്. പിന്നെ മൈനിങ് ഒരു ബക്സ ടൈഗർ റിസർവ് ഇൻ വെസ്റ്റ് ബംഗാൾ സ്പെഷ്യലി they were affected by that dolomite by mining. ഓക്കെ, ഈ ഡോളമൈറ്റ് മൈനിങ് കൊണ്ട് നമ്മുടെ ആ ഒരു മൃഗങ്ങളെ വനവാസ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെ. അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അവര് വേറെ സ്ഥലത്തേക്ക് കുടിയേറി പാർക്കും അല്ലെ, വേറെ സ്ഥലത്തേക്ക് പോവും. അങ്ങനെ പോയത് ഗ്രേറ്റ് ഇന്ത്യൻ എലിഫന്റ് ഈ ഒരു മൈനിങ്ങിന്റെ ഇതുമൂലം. ഓക്കെ, അവിടെ അതിന് നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹണ്ടിങ്ങും പോച്ചിങ്ങും ഇതിനെതിരെ നടത്തുന്ന ഇതൊക്കെ ട്രെയിനിങ് ഒക്കെ നിർത്തുക, ഓവർ ആയിട്ടുള്ളതൊക്കെ നിർത്തുക, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ, പിന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആക്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ആനിമൽസിന് ഇങ്ങനെ ഹണ്ട് ചെയ്യാനോ പോച്ച് ചെയ്യാനോ അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ ആളുകൾ തെറ്റിക്കുന്നുണ്ട് താനും അല്ലെ. പിന്നെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം. മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ കൺസർവേഷൻ എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിലും
ഇനി നിങ്ങൾ വലിയ അല്ലെ, ഇപ്പൊ ചെറിയ കുട്ടിയാണ്, പിന്നെ നിങ്ങൾ ഒരു വളർച്ചയിലേക്ക് എത്തും അല്ലെ, അഡൽട്ട് ആവും, പിന്നെ യൂത്ത്, അങ്ങനെ ഓരോ ഏജിലേക്ക് കടക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓവറായിട്ട് ഒന്നിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇരിക്കുക, ഓവറായിട്ട് ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എല്ലാത്തിനും കൺസേർവ് ചെയ്യുക. വീടുകളിലാണെങ്കിലും ഒരു അടുക്കളത്തോട്ടോ അല്ലെങ്കിൽ എല്ലാ കൃഷിയൊക്കെ ചെയ്യുക. പ്ലാന്റ്സിനെ ഒക്കെ ഒന്ന് പരിപാലിക്കുക, ട്രീസ് ഒക്കെ ഒന്ന് ഇതാക്കി വളർത്തുക. എന്താ വെച്ചാൽ ഒരു കാലഘട്ടം കഴിഞ്ഞാണെങ്കിൽ ആ ട്രീസ് ആയിരിക്കും നിങ്ങൾക്ക് തണലായി മാറുക അല്ലെ. അത് മറ്റൊരു ഇനി വരുന്ന തലമുറക്കും ഒരു പാഠമാവും അല്ലെ. എന്ന് വെച്ചാൽ എന്റെ ഫാമിലി എന്ന് പറയുന്ന ചുറ്റുപാടും പരിസ്ഥിതി അല്ലെ നിറഞ്ഞിട്ട് ഫുള്ള് ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. കൂടുതൽ നമുക്ക് ഈ പരിസ്ഥിതി ക്ഷോഭങ്ങളും എല്ലാ വിധത്തിലുള്ള എല്ലാ ഫ്ലഡും ഒക്കെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റിയാലോ അല്ലേ. അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു ഇതെടുത്തിട്ട് അല്ലെ, ഒരു പ്രഖ്യാപനം എടുത്തിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെ ആസ്വാദികരമാക്കാമെന്ന് ചിന്തിക്കുക അല്ലെ. മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ അവരും ജീവിച്ചു പോയിക്കോട്ടെ, മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഈ ലോകത്ത് അല്ലെ. ഈ പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ജീവിക്കട്ടെ, നമ്മളും അവരെ ആശ്രയിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അത് ഓർക്കുക. എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഓർക്കുക. ആക്ടിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സും മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് പറഞ്ഞു അല്ലെ. റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, അൺക്ലാസ്ഡ് ഫോറസ്റ്റ് പറഞ്ഞു. മൂവ്മെന്റ്സ് പറഞ്ഞു. ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ്? എൻവിറോൺമെന്റൽ മൂവ്മെന്റ്സ്, ചിപ്കോ മൂവ്മെന്റ് പറഞ്ഞു, ബിഷ്ണോയി മൂവ്മെന്റ് പറഞ്ഞു, ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ് പറഞ്ഞു, സേവ് സൈലന്റ് വാലി കോൺഫ്ലിക്റ്റ് പറഞ്ഞു, നർമ്മദ ബച്ചാവോ ആന്തോളൻ പറഞ്ഞു. അങ്ങനെ മൂവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം ഫ്ലോറ ആൻഡ് ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഇത് ഉണ്ടാവാതെ നിൽക്കാൻ വേണ്ടി നമ്മൾ യൂത്ത് ശ്രമിക്കണം എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.